നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നിശ്ചയദാർഢ്യത്തിൻ്റെ പര്യായമായ നമ്മുടെ സ്വന്തം മയൂരി സുധാചന്ദ്രനായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. സുധാചന്ദ്രൻ്റെ ജീവിതരേഖയിലൂടെ JB ജംഗ്ഷൻ ഈ എപ്പിസോഡിലും പ്രയാണം ചെയ്യുകയാണ്. സുധാ, എനിവേ ഐ എൻജോയ് ദാറ്റ്. ഇൻ ദ സെൻസ് യു ആർ സെലിബ്രേറ്റിംഗ് യുവർ ലൈഫ്, ലീവിങ് യുവർ ലൈഫ്. അതാണ് ഒരു പക്ഷേ ചെയ്യേണ്ട കാര്യം. പക്ഷെ മയൂരിയെ നമുക്ക് വിടാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ സുധയുടെ പര്യായമായി മാറിയത് മയൂരിയാണ്. തെലുങ്കിലത് ഹിറ്റായി, മറ്റ് ഭാഷകളിലേക്ക് ഇത് റീമേക്ക് ചെയ്യുന്നു. എന്തിനേറെ ഹിന്ദിയിൽ മലയാളത്തിലേക്ക് വരുന്നു. മലയാളിക്കും സുധ വളരെ പ്രിയങ്കരിയാകും. യഥാർത്ഥത്തിൽ മലയാളത്തിൽ അതിനു മുമ്പൊരു സിനിമ എടുക്കാൻ വേണ്ടി MD ഒക്കെ ആലോചിച്ചിരുന്നു. അതെ, ആക്ച്വലി ഞാൻ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഞങ്ങൾ വയലൂർ പോയി തിരിച്ചു വരാം, അതിനുശേഷം നമ്മൾ സംസാരിക്കാം. പക്ഷെ സംഭവിച്ചില്ല. സത്യത്തിൽ MT സാറെ കണ്ടിട്ടില്ല ആക്ച്വലി. ശരിക്കും ഇല്ല, പക്ഷെ കാണുന്ന ആഗ്രഹമുണ്ട്. എൻ്റെ ഫസ്റ്റ് ഓഫർ എനിക്ക് തന്നത് MT സാറാണ്. അച്ഛനോടാണ് സംസാരിച്ചത്. അച്ഛൻ എന്ത് പറഞ്ഞു സുധയോട്? സുധയത്തെ ചോദിക്കാം. അത് നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടല്ലോ നമ്മളുടെ വീട്ടിൽ. അപ്പോൾ ഈ ട്രിപ്പ് കഴിഞ്ഞതിന് വന്ന ശേഷം ഞാൻ സംസാരിക്കാം, നോക്കാം. വലിയൊരു ദൗർഭാഗ്യമല്ലേ അത്. ഇപ്പം ഈ പൊസിഷനിൽ ഇരുന്ന് നോക്കുമ്പോഴാണ് MT സാറിൻ്റെ ആ ഓഫർ പോയല്ലോ. അത് ഇപ്പോഴാണ്. ബിക്കോസ് ഒരു ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം അതിൻ്റെ സ്ട്രഗിളും അതിൻ്റെ ആരൊക്കെ എന്ത് പൊട്ടൻഷ്യലാണ്, ഏത് ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ നമ്മൾക്ക് യു വോണ്ട് ടു വർക്ക് വിത്ത്, ആ പ്രായത്തിൽ ഐ നെവർ റിയലൈസ്ഡ് ഇറ്റ്. ഇപ്പോഴാണ് MT സാറിൻ്റെ. ഐ ഓൾവേസ് കെപ്റ്റ് ടെല്ലിംഗ് ദിസ് ടു വിനീത്. ഭയങ്കര ലക്കിയാണ് വിനീത്, ഭയങ്കര ലക്കിയാണ്. അതെ, വിനീത് ഭയങ്കര ലക്കിയാണ്. ഐ കെപ്റ്റ് ടെല്ലിംഗ് ഹിം എപ്പോഴെങ്കിലും MD ഒന്ന് കാണണമെന്നാണ്. തീർച്ചയായും വരട്ടെ. സുധേനെ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. അതായത് K. മധുവിൻ്റെ മലരും കിളിയും അതാണ് പേരെന്ന് തോന്നുന്നു, അതിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. സുധയ്ക്ക് ഡാൻസ്, അഭിനയം എന്നൊക്കെ പറയുന്നത് ഒരുതരം ഭ്രാന്താണെന്ന് എനിക്കറിയാം. എന്നെങ്കിലും ഇത് നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? അഭിനയവും നൃത്തവും ഒരു ഭ്രാന്താണ് സുധയ്ക്ക് എന്നാണ് പൊന്നമ്മ ചേച്ചി പറഞ്ഞത്. അതെ. ആ ഭ്രാന്ത് എന്തെങ്കിലും അവസാനിപ്പിക്കുമോ? അമ്മേൻ്റെ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ടായിരുന്നു. ഭ്രാന്തല്ലേ, അത് നിർത്താൻ പറ്റുമോ? അമ്മ ചോദിക്കുന്ന ചോദ്യമാണോ? അമ്മ ഇപ്പോഴും ആക്ടിങ് ചെയ്യുന്നു. എൻ്റെ ഒരു റോൾ മോഡലാണ്. അറ്റ്ലീസ്റ്റ് ഈ പ്രായത്തിൽ അറ്റ്ലീസ്റ്റ് ഇഫ് ഐ എം ഏബിൾ ടു ഡു ഹാഫ് വാട്ട് ഷീ ഈസ് ഡൂയിങ്. ആൻഡ് അമ്മേൻ്റെ ഈ JB ജംഗ്ഷൻ ഞാൻ കണ്ടു, ഈ ഫുൾ എപ്പിസോഡ് ഞാൻ കണ്ടു. അമ്മ വളരെ രസകരമായി സംസാരിച്ചു. അറിയാം, ഞാൻ ഫുൾ കണ്ടു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ബിക്കോസ് ഓഫ് ദ ഡിഫറെൻറ്റ്. ഞാൻ കണ്ട അമ്മയും കബീർ പൊന്നമ്മ അമ്മയും ഇവിടെ കണ്ട ഒരു ക്യാരക്ടർ ഭയങ്കര വ്യത്യാസമായിരുന്നു. ക്യാരക്ടർ നോസ്റ്റാൾജിയ എന്ന് പറഞ്ഞത് അതായിരുന്നു. ഷി വാസ് ഗോയിങ്, ഷി വാസ് കമ്മിങ്. അതൊരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ആയിരുന്നു അത്. ആൻഡ് ഐ മെറ്റ് ഹർ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ട്രിവാൻഡ്രത്തിൽ ഞാൻ മീറ്റ് ചെയ്തു അമ്മ. അപ്പോൾ സുധ എന്തായാലും സുധ ഉള്ളിടത്തോളം കാലം ഈ ഭ്രാന്തും ഉണ്ടാവും സുധ. തീർച്ചയായും. ഹായ് സുധ, നമ്മൾ തമ്മിൽ ഒട്ടും പരിചയമില്ല. എനിക്കും സുധയെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ഞാൻ സുധയ്ക്ക് മലരും കിളിയും ഡബ് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപല്ലേ. അന്നൊക്കെ സുധ സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായിരുന്നു. എനിക്ക് തോന്നുന്നു സുധയുടെ ടാലൻ്റ് അനുസരിച്ച് അത്ര നല്ല കഥാപാത്രങ്ങൾ വളരെ അപൂർവമായിട്ടേ കിട്ടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? ഭാഗ്യലക്ഷ്മി സുധയ്ക്ക് ശബ്ദം നൽകുകയാണ്. അതെ, ആ കഥാപാത്രത്തിൽ. അതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾ ശബ്ദം എന്നുള്ളത് ആര് കൊടുത്തു എന്നുള്ള അറിയുന്നില്ല. അത് സുധയുടെ ശബ്ദമായി മാറും പിന്നീട്. അതെ അതെ അതെ. 50% ക്രെഡിറ്റ് ഡബിങ് അല്ലേ, ഒരു ക്യാരക്ടർ എൻഹാൻസ് ചെയ്യുന്നത്. നമ്മൾ അഭിനയിച്ചിട്ട് പോകുന്നു, പക്ഷെ അതിൻ്റെ ഒരു ജീവൻ കൊടുക്കുന്ന ഇവരല്ലേ. പക്ഷെ ഭാഗ്യലക്ഷ്മിക്ക് വലിയ മതിപ്പാണ്. സുധ അങ്ങനെ തിരക്കേറിയ നായികയായി മയൂരിക്ക് ശേഷം മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലും ഒരുപാട് ശ്രദ്ധേയമായ റോളുകൾ കിട്ടിയെങ്കിൽ പോലും ഭാഗ്യലക്ഷ്മി പറഞ്ഞൊരു കാര്യം കറക്റ്റ് പോയിന്റ്. ഐ ടോട്ടലി അഗ്രി. എനിക്കതാണ് ഒരു ഭയങ്കര ഇവിടുന്ന് ഹിന്ദി പോയി, ഹിന്ദിയിലെ കുറേ ടെലിവിഷനൊക്കെ ചെയ്ത് ഭയങ്കര ഒരു ഹിറ്റായി. പക്ഷെ ഇപ്പോഴും
എനിക്കറിഞ്ഞൂടാ അതെന്താ കറക്റ്റ് റോൾസ് എന്താ എനിക്ക് കിട്ടാത്തത്. അതെനിക്ക് ഞാൻ ചോദിച്ചില്ലേ വൈന് എനിക്ക് ആൻസർ കിട്ടുന്നില്ല. സോ ഐ സെഡ് ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് ലെറ്റ് മീ മൂവ് അഹെഡ്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താ സുധാജി മലയാളം ചെയ്യാത്തത്, എന്താ സുധാജി ഇത് ചെയ്യാത്തത്. എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾ പോയി പ്രൊഡ്യൂസർ എടുത്ത് ചോദിക്കുക, ഞാൻ റെഡിയാ, എന്നെ വിളിക്കണ്ടേ. വെറുതെ പോയി ഒരു സെറ്റിൽ പോയി ഞാൻ പറയാമോ എനിക്കൊരു റോള് തരൂ പ്ലീസ്, എനിക്ക് അഭിനയിക്കണമെന്ന്. അഭിനയ ജീവിതത്തിലൊരു മിഴിവും പൂർണ്ണതയും ലഭിച്ചില്ല. ഒരു പക്ഷേ വേണമെങ്കിൽ മറ്റ് ഭാഷകളിലേക്കെല്ലാം വല്ലാത്ത ഡിസ്ട്രാക്ഷൻ, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അതുകൊണ്ടായിരിക്കുമോ? അതൊരു റീസൺ ഒന്നുമില്ല. അല്ല, തീർച്ചയായും. See, if somebody wants you, they can come to any corner of the world and pick you up. ഞാൻ എപ്പോഴും ഇതും പറഞ്ഞിട്ടില്ല എനിക്ക് ആഗ്രഹമില്ല എന്ന്. ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും ഞാൻ പറയുന്നത് നല്ല ക്യാരക്ടേഴ്സ് കുറേ ഫിലിംസ് കാണുമ്പോൾ എനിക്കറിയാം ഈ ക്യാരക്ടർ എനിക്കും ചെയ്യാമായിരുന്നുവല്ലോ. കിട്ടുന്നില്ല, വിളിക്കുന്നില്ല, കിട്ടത്തില്ല, വിളിക്കുന്നില്ല. ഒരാളും കൂടെ വരട്ടെ. സുധാ ചേച്ചി പ്രണാമം. സുധാ ചേച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് the first thing that comes to my mind is a lot of affection. Behind this there's a lot of struggle. ചേച്ചി ഒരു മൗണ്ട് എവറസ്റ്റ് പോലെ ഒരു ചാലഞ്ച് ഓൾറെഡി കോൺകർ ചെയ്തിട്ടുണ്ട്. ഇത് ശേഷം ചേച്ചി ആഫ്റ്റർ ഹാവിങ് അച്ചീവ്ഡ് ഓൾ ദിസ് ചേച്ചിക്ക് വേറെ എന്താ ആഗ്രഹമുണ്ട്? ഹൗ ഡു കീപ് യുവർ സ്പിരിറ്റ് ഗോയിങ്? ഹൗ ഡു കീപ് യുവർ ഉത്സാഹം ഗോയിങ്? നല്ലൊരു ചോദ്യം. എന്താണ് എവറസ്റ്റ് കീഴ്പ്പെടുത്തിയിട്ടുള്ള സുധയ്ക്ക് ഇനി എന്താണ് കീഴ്പ്പെടുത്താനുള്ളത്? ഒരുപക്ഷെ വലിയൊരു ചലഞ്ച് ഓവർകം ചെയ്ത് സുധയ്ക്ക് വേണമെങ്കിൽ കുറച്ച് ഈ പറഞ്ഞ ലാക്സിറ്റിയും കോംപ്ലക്സിറ്റിയും വന്നുകൂടി. അതാണ് ചോദിക്കുന്നത്. ഇനി എന്ത് ചലഞ്ചാണ് ഉള്ളത്? ഇതിനേക്കാൾ വലിയ ചലഞ്ച് ഉണ്ടോ? ഒറ്റൊരു ചാലഞ്ചല്ലേ ഞാൻ ചെയ്തത്. കുറേ ചാലഞ്ചസ് ഉണ്ട് ലൈഫിൽ. ആ പോയിന്റ് ഓഫ് ടൈം അതെനിക്ക് മൗണ്ട് എവറസ്റ്റ് ആയിരുന്നു. യുവർ ചാലഞ്ചസ് ചേഞ്ചസ് വിത്ത് യുവർ ലൈഫ്. 81 to 84 അതെനിക്കൊരു വലിയൊരു ചാലഞ്ചായിരുന്നു. അത് കഴിഞ്ഞു, അതൊരു ചാപ്റ്റർ ക്ലോസ് ആയി. നെക്സ്റ്റ് ഫിലിംസ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ കുറേ ഞാൻ അഭിനയിക്കുന്നു, നല്ല സക്സസ് കിട്ടിയിട്ടുണ്ട്. ഹിന്ദിയിൽ അൺആൻറ്റിസിപ്പേറ്റഡ് സക്സസ് ഞാൻ കണ്ടു ടെലിവിഷനിൽ. ഇന്ന് തമിഴിൽ ഞാൻ കാണുന്നു. കിട്ടിയതൊക്കെ ഓക്കെ, കിട്ടാതെ ദേ സേ ഗ്രേപ്സ് ആർ സവർ. എവിടെ എനിക്ക് കിട്ടിയില്ല അതാണ് എനിക്ക് പ്രശ്നം. ഇതർ ഇൻഡസ്ട്രി നിങ്ങൾ ഏത് ഇൻഡസ്ട്രി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ എൻ്റെ ചോദ്യം, ഹിന്ദി അക്സെപ്റ്റ് ചെയ്തു, തമിഴ് അക്സെപ്റ്റ് ചെയ്തു, ബംഗാളി അക്സെപ്റ്റ് ചെയ്തു, ഗുജറാത്തി അക്സെപ്റ്റ് ചെയ്തു, മറാഠി അക്സെപ്റ്റ് ചെയ്തു, വൈ നോട്ട് ഇൻ മലയാളം? അതെനിക്കൊരു $1 million ക്വസ്റ്റ്യനാണ്. വേണ്ടത്ര അംഗീകാരം മലയാളം നൽകിയില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ വേർഡ്സ് ഒന്നും അറിയില്ല. എന്താ ഈ ഞാൻ പറയുന്നു 50 പടങ്ങൾ, 50 ഫിലിംസിൽ ഒരു പടത്തിൽ എനിക്ക് ഒരു റോളില്ലേ? എന്തുകൊണ്ട് ആ റോൾ വന്നിട്ട് ഞാൻ റിഫ്യൂസ് ചെയ്താൽ അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ വരുന്നില്ല. ദർ ഈസ് നോ ഓഫർ. ഐ ഡോണ്ട് നോ വൈ. അലക്സാണ്ടർ ദി ഗ്രേറ്റ് വരട്ടെ. എനിക്ക് സുധാചന്ദ്രനോട് ചോദിക്കാനുള്ളത്, അതായത് ഒരു മോഹൻലാൽ സിനിമയാണെന്നറിയാം, അതല്ലാതെ കഥ അറിയാതെ, ഒരു ഡയറക്ടറെ അറിയാതെ, ദുബായിൽ വന്ന ശേഷം കഥ കേട്ട് അഭിനയിക്കാൻ തീരുമാനിച്ചതിൻ്റെ പുറകിലുള്ള ഒരു വികാരം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാനത് അന്ന് അവിടെ വെച്ച് ചോദിക്കണം എന്ന് വിചാരിച്ചു, പിന്നെ നടന്നില്ല എന്നുള്ളത് ഇപ്പം ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുക. അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ സംവിധായകൻ പ്രത്യേകിച്ച് യാതൊരുവിധ പരിശോധന നടത്താതെ ആ സിനിമയിലേക്ക് എടുത്തിയാടി. എന്തുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്? മോഹൻ സർ, പ്രൊഡ്യൂസർ മെനൻ സർ. ദുബായിൽ ഞാൻ ഫസ്റ്റ് ടൈം പെർഫോം ചെയ്യാൻ പോകുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ മെനൻ സർ, ആ ഓർഗനൈസർ അവിടെ നിന്ന് എസ്കേപ്പായി. വി വർ സ്ട്രേഞ്ചേഴ്സ്. ഇന്ന് പോലെയല്ല ആ സമയത്ത് ദുബായ്. 85, ഞാൻ പറയുന്നത് 85-86 ഒന്നുമില്ലാണ്ട് ഞങ്ങളുടെ മ്യൂസീഷ്യൻസ്, എൻ്റെ അച്ഛനും അമ്മയും, വി വർ സ്ട്രാൻഡഡ് ദർ. വൺ ഹെൽപ്പ് മെനൻ സർ ചെയ്തു ഞങ്ങൾക്ക്. ടിക്കറ്റ്, കുറച്ച് കാശ് തന്ന് തിരിച്ച് ബോംബെയിലേക്ക് അയച്ചു. ആ നന്ദിയാണ്. സർ എന്നെ വിളിച്ചപ്പോൾ ഈ സെഡ് 2 things. ഞാൻ മെനനാണ് സംസാരിക്കുന്നത്. ദുബായ് മെനൻ. അറിയാം സർ, നല്ല റോളാണ്, സുധ ചെയ്യുമോ? എനിക്ക് അറിഞ്ഞുകൂടാ സാറേ. ലക്ഷ്മി മാം പറഞ്ഞു സുധയ്ക്ക് ഈ റോൾ ചെയ്യാം. സോ എൻ്റെ വിശ്വാസം ലക്ഷ്മി മാം, ഇത്രയും ഒരു വെറ്ററൻ ആക്ട്രസ് പറയുന്നെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ഗുഡ് റോൾ. എൻ്റെ ഒരു ആഗ്രഹം മോഹൻലാൽ സാറെ കാണും. ഞാനൊരു ഭയങ്കര ഫാനാണ്. ഐ മീൻ, ഇന്ന് ഞാൻ പറയുന്നു
Hollywood may have the best of actors. India has one genius, and that's Mohanlal. So Good. for me, he is an institution and today's actor. So, ഈ 4-5 combinations എല്ലാം വർക്ക് ചെയ്ത് പേരൻ സർ പ്രൊഡ്യൂസർ, ലാലേട്ടൻ ഹീറോ, ലക്ഷ്മി മാം പറഞ്ഞ ഒരു ക്യാരക്ടർ റെഫറൻസ്, ആൻഡ് ദാറ്റ് ടൈം ഐ വാണ്ടഡ് ടു ഡു എ മലയാളം ഫിലിം. ഇതെല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ എല്ലാം വന്നപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ, ആൻഡ് ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. നല്ല റോളായിരുന്നു അത്. ഇറ്റ് വാസ് എ വെരി ഗുഡ് റോൾ. സോ നത്തിങ് ടു റിഗ്രറ്റ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി either the film didn't do well. പ്രതീക്ഷിച്ച പോലെ ചെയ്തില്ല. അതെ, ദാറ്റ് വാസ് വൺ. സെക്കൻഡ്, അതിനുശേഷം ഓഫേഴ്സ് ഒന്നുമില്ല. സോ മേ ബി ആ ടൈമിങ് റോങ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പടം റോങ് ആയിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് ഒരു ലോജിക്കില്ല. ബിക്കോസ് കുറേ ഫിലിംസ് ഫെയിൽ ആയിട്ടും കുറേ പേര് ഇപ്പോഴും അഭിനയിക്കുന്നു. അത് സ്റ്റിൽ ഞാൻ ഈ സൈഡ് നോക്കിയാലും ഞാൻ എപ്പോഴും ഒരു കോയിൻ്റെ 2 sides നോക്കും. മേ ബി നമ്മൾ അഭിനയിച്ച പടം അത് സക്സസ്ഫുൾ ആയില്ല, മേ ബി അതർ റീസൺ ആയിരിക്കുമോ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ കുറേ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, കുറേ ഫ്ലോപ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അവരിപ്പോഴും അഭിനയിക്കുന്നല്ലോ, ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്താ റീസൺ? യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ ഒട്ടേറെ നല്ല വേഷങ്ങളിൽ വേണമെങ്കിൽ സുധയ്ക്ക് വരാമായിരുന്നു. ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്. കിട്ടാതെ പോയ വേഷങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അതെനിക്ക് ലൈഫ് ലോങ് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണത്. അത് എനിക്ക് ഐ ഡോണ്ട് നോ വൈ. ഇൻഡസ്ട്രി മാറിയോ മലയാള സിനിമാ വ്യവസായം? ഐ ഡോണ്ട് തിങ്ക് സോ. സുധയ്ക്ക് പെട്ടെന്ന വ്യവസായം തന്നെയാണ്. കുറേ റോൾസ് ഉണ്ടല്ലോ. ഇപ്പോഴും ഞാൻ ഫിലിംസ് കാണുമ്പോൾ എനിക്കറിയാമല്ലോ ഈ റോൾ എനിക്ക് ചെയ്യാമായിരുന്നു. ഓരോ കഥാപാത്രങ്ങളെ കാണുമ്പോൾ അതിലേക്ക് ഇറങ്ങും. അതെ, അത് ഇച്ച് ചെയ്യും അല്ലാതെ. അത് എപ്പോഴും അച്ഛൻ എപ്പോഴും മലയാളം ഫിലിംസ് കാണുമ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, വാ ഇരിക്കുക, ഫിലിംസ് കാണും, മലയാളം ഫിലിംസ് കാണും. എനിക്ക് എന്തോ ആ കാണുമ്പോഴാണ് ആ ഒരു ഫീലിംഗ്, ഒരു ബിറ്റർനെസ് വരുന്നു. ഛേ, ഇത്രയും ഒരു നല്ല ഇൻഡസ്ട്രിയിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഒരു ടാലൻറ്റ് ആരും ടാപ്പ് ചെയ്തില്ലല്ലോ. ഞാനിത് പറയുന്നില്ല, ഞാൻ ഭയങ്കര ടാലൻറ്റഡ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇച്ചിരി ഒരു ടാലൻറ്റ് ഉണ്ട്, അതുപോലെ എനിക്ക് ഞാൻ ചെയ്തില്ലല്ലോ. അതെനിക്കൊരു ഭയങ്കര റിഗ്രറ്റ്. വലിയ സ്ക്രീനിൽ വേണ്ടത്ര റോളുകൾ ചെയ്തില്ലെങ്കിലും മിനി സ്ക്രീനിൽ തിമിർത്താടി ഒരുപാട് നല്ല റോൾ. ഞാൻ പറഞ്ഞല്ലോ, കിട്ടിയത് ഇറ്റ്സ് ഹ്യൂമൻ നേച്ചർ. കിട്ടിയത് അത്രയും ഇമ്പോർട്ടൻസ് അല്ല, കിട്ടാണ്ട് പോയതാണ് ലൈഫിൽ. അതെന്താ അത് എൻ്റെ പേഴ്സണൽ എൻ്റെ അതൊരു ഫീലിംഗാണ്. കിട്ടിയത് ഓക്കെ, ഞാൻ വർക്ക് ചെയ്തു, ഞാൻ സ്ട്രഗിൾ ചെയ്തു, ഞാൻ പ്രൊഫഷണലാണ്, ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ്. ഇന്ന് എനിക്ക് കിട്ടിയ സക്സസ് ലക്കല്ല, എൻ്റെ ഹാർഡ് വർക്കാണ്, എൻ്റെ ഹോണസ്റ്റിയാണ്. അതെനിക്ക് കിട്ടാണ്ട് പോയാൽ അതൊരു ഭയങ്കര എൻ്റെ ഹാർഡ് എഫേർട്സും എൻ്റെ ഒരു പോസിറ്റീവ് നേച്ചറും എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റും അതൊക്കെ സീറോ ലൈഫിൽ. പിന്നെ വിശ്വാസം, നമ്മളൊരു ഹാർഡ് വർക്ക് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് തീർച്ചയായും കിട്ടണം. മേ ബി നോട്ട് ടുഡേ, ബട്ട് 10 years later you have to get it. എനിക്ക് ഒരു ഡിലേഡ് റിസൾട്ട് കിട്ടി, പക്ഷെ അതെൻ്റെ ഒരു ഹാർഡ് വർക്ക്, എനിക്കത് കിട്ടണം, അതെൻ്റെ റൈറ്റ് ആണ്. സോ അതൊരു ലക്കൊന്നല്ല. മിനി സ്ക്രീനിലെ ആർദ്രം സുധയുടെ പ്രകടനമാണ്. എനിക്കതിൽ ആ പ്രകടനത്തെക്കാൾ കൂടുതൽ അതിൻ്റെ ആഭരണങ്ങളാണ്. വലിയ കത്തിയൊക്കെ പോലുള്ള സാധനങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ കോസ്റ്റ്യൂം, അതാണ് പ്രശ്നം. ഇപ്പം ഞാൻ അറിഞ്ഞു, അതാണ് എനിക്ക് റോള് കിട്ടാത്തത്. എൻ്റെ പെർഫോമൻസ് ആരും കാണുന്നില്ല. അതാ ഈ കത്തിയും ഇതൊക്കെ ആണ് എല്ലാവരും കാണുന്നത്. നോ സുധ, ഇത് ഞാൻ ലൈറ്റർ വെയിലിൽ പറഞ്ഞാണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഇത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപക്ഷെ മിനി സ്ക്രീനിലെ പ്രേക്ഷകരിൽ 90% ആൾക്കാർ, 99.9%. നല്ല കൊമേഴ്സ്യൽ ബുദ്ധിയുണ്ട് സുധയ്ക്ക്. അത് ഞാൻ അഗൈൻ ഐ ഗിവ് ദ ക്രെഡിറ്റ് ടു ഏക്ത കപൂർ, ബാലാജി ടെലിഫിലിംസ്. ഞാൻ നെഗറ്റീവ് റോൾ ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഡിസൈൻ ചെയ്ത് കോസ്റ്റ്യൂംസ് ഞാൻ പറഞ്ഞു, ഇത് എന്തുവാ, അത് എന്താ ഇതൊക്കെ ഞാൻ ഇട്ടിട്ട് ഞാൻ അഭിനയിക്കണോ? ഏക്ത എൻ്റെ അടുത്ത് പറഞ്ഞു, സുധ മാം, വി ഹാവ് 40 channels, good serials going on the same time. What is the USP that you have that you can hold the audience for that half an hour? ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ. ഞാൻ പറയുന്നു, ഇങ്ങനത്തെ ലൗഡ് ഗാറിഷ് കോസ്റ്റ്യൂംസും മേക്കപ്പും ഇട്. ഐ സെഡ്, ഇല്ല ഏക്ത, ഞാൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഞാൻ നെഗറ്റീവ് ചെയ്യുന്നു, എനിക്ക് നെഗറ്റീവ് എങ്ങനെ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ഇതൊക്കെ രവി കാണുന്നുണ്ടോ? പിന്നെ അവൻ ആർദ്രം പോലും കാണുന്നു.
ഇതൊക്കെ കണ്ടു പുള്ളി പേടിച്ചിരിക്കുകയായിരിക്കും. അല്ലല്ല, അവനാണ് എന്നെ എടുത്ത് പറഞ്ഞത്. മൂപ്പരെ ഒതുക്കാനുള്ള മാർഗം ഇതാണ്. അല്ല, ഈ ലുക്കിന് ഐ വിൽ ഗിവ് 100% ക്രെഡിറ്റ് ടു മൈ ഹസ്ബൻഡ്. Is it? യെസ്, ബിക്കോസ് ഞാനിപ്പം ഒരു സൗത്ത് സീരിയൽ ചെയ്യുന്നു തമിഴിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ ഹിന്ദി റീമേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ഞാൻ കുറച്ച് മെലോ ഡൗൺ ആയി ചെയ്യാം, ഇത്രയും ജ്വല്ലറി ഒന്നും വേണ്ട. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു അവൻ, തമിഴ്നാട്ടിൽ എത്ര ആർട്ടിസ്റ്റ് ഉണ്ട്? ഒരു 100-200 ഉണ്ട്. എന്നെ ബോംബെയിൽ നിന്ന് വിളിക്കുന്നത് എന്താ? അങ്ങനെ അവരുടെ സാരി ഇട്ടും അവരുടെ ജ്വല്ലറി ഇട്ട് അഭിനയിക്കാനാണോ? വാട്ട് ഈസ് യുവർ USP? ഡിഫറെൻറ്റ് ജ്വല്ലറി, ഡിഫറെൻറ്റ് സ്റ്റൈലിംഗ്, ഡിഫറെൻറ്റ് കോസ്റ്റ്യൂം. നിന്ന് വിളിക്കുന്നത് അതിനു വേണ്ടിയാണ്. യു ആർ എ ഗുഡ് ആക്ട്രസ്, നോ ഡൗട്ട്. യുവർ ആക്ടിങ് കംസ് സെക്കൻഡ്. For people to watch you, they have to see your costume and sarees. Only then they'll hold and then see your acting. In the 250 episodes complete ആയി. അപ്പോൾ മൂപ്പർക്ക് ഇതിൻ്റെ മർമ്മം അറിയാം, ഈ സോപ്പിൻ്റെ. പക്ക. അതായത് ഈ അരമണിക്കൂർ സമയത്ത് പ്രേക്ഷകരെ പിടിച്ചിരുത്തണമെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കോസ്റ്റ്യൂംസിനും ആക്സസറീസിനും സംതിങ് ഡിഫറെൻറ്റ്. ഞാൻ ഇതെല്ലാം സി ഇറ്റ് ക്ലിക്സ് ഓൺലി വൺസ്. എവറി ടൈം നിങ്ങൾ അത് ചെയ്താൽ അത് ബോറാണ്. സി ഒരു ക്യാരക്ടറിന് അത് സൂട്ടാണ്. സി ഇഫ് യു പ്ലേയിങ് എ പുവർ വുമൻ ആൻഡ് വെയറിങ് ഓൾ ദോസ് ആക്സസറീസ് ആരും കാണില്ല. അത് മണ്ടത്തനാവും. നമ്മളുടെ കിട്ടിയ ക്യാരക്ടറിൽ നമ്മൾ എത്ര നമ്മൾ ചെയ്യാൻ പറ്റും, യോജിക്കണം അതുമായിട്ട്. അതെ. ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നത് സുധ തന്നെയാണ്. മീ ആൻഡ് മൈ ഹസ്ബൻഡ്. രണ്ടുപേരും. എൻ്റെ ഹസ്ബൻഡ് ഞാൻ എന്ത് മേടിച്ചാലും ഞാൻ അവനെ കാണിച്ചത് ഇത് ഓക്കെ ആണോ രവി, ഇത് കറക്റ്റ്. ബീങ് എ ടെക്നിക്കൽ മാൻ പ്ലസ് ടെലിവിഷൻ കൂടുതൽ കാണുന്ന ഒരാളാണ് ഞാൻ. മലയാളം ചെയ്താലും തമിഴ് ചെയ്താലും ഹിന്ദി ചെയ്താലും ബംഗാളി ചെയ്താലും ആ സീരിയലൊക്കെ ഡൗൺലോഡ് ചെയ്ത് അവൻ കാണും. എൻ്റെ അടുത്ത് പറയും ഈ ആഴ്ച നിൻ്റെ TRP കിട്ടത്തില്ല. കറക്റ്റായി ആ ഡ്രോപ്പ് ആവും. അതെന്ത് ഒരു 6th സെൻസ് ആണോ അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവൻ്റെ ഇൻറ്റ്യൂഷൻ 100% ആണ്. അത് പ്രോജക്ട്സ് ആയാലും അത് പേഴ്സണാലിറ്റീസ് ആയാലും ഏത് പ്രോജക്റ്റിനെ ഭയങ്കര एक्साइटेड ആയിട്ട് പറയും, രവി ദിസ് പ്രോജക്റ്റ് ഇസ് അമേസിങ്, 6 മहीना नहीं चलेगा, छोड़ दे, दूसरा देख. ഫസ്റ്റ് മന്ത് എപ്പിസോഡ് കണ്ടിട്ട് പറയും. ഒരു ആറാം ഇന്ദ്രിയ 6 months അങ്ങനെയല്ല, മേ ബി എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ ആയിരിക്കും. ഹാൻഡ്സ് ഓൺ മാൻ. എന്റർടൈൻമെന്റ് മേഖലയെ കുറിച്ച് നല്ല മേ ബി. പക്ഷെ മലയാളത്തിൽ ഇത്രത്തോളം ഈ ഹിന്ദിയിൽ വേണ്ട ചേരുവകൾ മുഴുവൻ വേണോ? ഇപ്പോൾ വരാൻ തുടങ്ങിയല്ലോ. വരാൻ തുടങ്ങി. There is always a breaking point. വരാതിരിക്കാൻ പറ്റില്ല. അതെ, ബിക്കോസ് ഞാൻ ഒരു റിയാലിറ്റി ഷോ ജഡ്ജ് ചെയ്യുമ്പോൾ ജനറലി ഞാൻ പുറത്ത് വരുമ്പോൾ എല്ലാവരും ചോദിക്കും, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സുധാജി ഈ ജഡ്ജ്മെന്റ് നന്നായിരുന്നു കേട്ടോ, ആ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നു, എന്താ ഇങ്ങനെ പറയാത്തത്? സുധാജി ഇന്നലെ ആ ഫെദേഴ്സ് ഇട്ടിരുന്നല്ലോ, അടിപൊളിയായിരുന്നു. അതാണ് ദയേ, ഇത് ഭയങ്കര ഡീസെന്റ് ആയിട്ടുണ്ടല്ലോ ഞാൻ. ഓ, ഇതും ഡീസെന്റ് ആണല്ലേ? പിന്നെ ഈ ചെവിയിൽ എന്തൊക്കെയോ ഒരുപാട്. ഇത് താഴെയല്ലേ, ഞാൻ മുകളിലൊക്കെ ഇടും. ഇതെല്ലാം ഇത് കയ്യിലൊക്കെ ഞാൻ പറയാൻ പാടില്ല. പക്ഷെ ഞാൻ അമ്മയെ കാണാൻ പോയപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു, ഈ പ്രാവിൻ്റെ ഇതൊക്കെ എന്തുവാ മോളെ, ഇതൊക്കെ മുകളിലേക്ക് ഇട്ടിട്ട് നീ എന്തുവാ കാണിക്കുന്നത്? പക്ഷേ നന്നായിട്ടുണ്ട് കേട്ടോ, അത് മതി. ബാബുരാജ് ആയിരുന്നോ, ഹി ഹാഡ് കം ഫോർ ദാറ്റ് ആസ് എ സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പോൾ ഭയങ്കര ലൈറ്റ്ലി അത് പറഞ്ഞു, സുധ ഏത് ആഭരണങ്ങൾ ഇട്ടാലും കൂടുതൽ ആ ഹാൻഡ് അല്ലെങ്കിൽ ആ ചെവി യൂസ് ചെയ്യും. ഒരു റിംഗ് ഇട്ടാൽ അത് തന്നെ ഇങ്ങനെ തന്നെ സംസാരിക്കും. ഇവിടെ ബാങ്കിലായാലും ഈ ഹാൻഡ് ആയിരിക്കും. അത് നോട്ടീസ് ചെയ്യാൻ പ്ലീസ് നോട്ടീസ് ചെയ്യൂ, ഞാൻ ഇട്ടിട്ടുണ്ട്. My question to you is, when we met on the sets of one of the reality shows very recently, and when we came in front of each other for the first time, what is the compliment I gave you? അവനാണോ കോംപ്ലിമെന്റ് കൊടുത്തത്? ഞാനല്ലേ കൊടുത്തത്? അവനല്ലേ, ഞാനല്ലേ കോംപ്ലിമെന്റ് കൊടുത്തത്? അദ്ദേഹം നിങ്ങൾക്ക്? അവനല്ല, ഞാനാണോ കൊടുത്തത്? ആണോ? എന്ന് പറഞ്ഞു ഞാൻ. പിന്നെ കൃഷ്ണൻ മൂപ്പറും വേണം തന്നിട്ടുണ്ടാവും. എന്ത് പറഞ്ഞു? ഈ ഷോ കഴിഞ്ഞിട്ട് അത് ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പറയണമെന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. മറന്നുപോയല്ലേ? യു ആർ ബ്യൂട്ടിഫുൾ. ബിക്കോസ് ഞാൻ അവനെ കണ്ടപ്പോൾ ഞാൻ എല്ലാം മറന്നു. എനിക്ക് നിതേഷ് എന്ന് പറഞ്ഞാലോ, അയ്യോ ഞാൻ ഗന്ധർവനല്ലേ, ഹി വാസ് സോ ക്യൂട്ട്. അതിനുശേഷം മഹാഭാരതത്തിലെ കൃഷ്ണൻ, ക്യൂട്ട് സ്മൈൽ, മിസ്ചീവിയസ് ഐസ് കോമ്പിനേഷൻ വരെ ഏത് കൃഷ്ണന് വന്നിട്ടില്ലേ? ഇതായിരുന്നു കൃഷ്ണൻ. നമ്മൾ കൃഷ്ണനെ കണ്ടിട്ടില്ല, പക്ഷെ ഇന്ന് ഞാൻ ഇമാജിൻ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മുമ്പിൽ വരുന്ന കൃഷ്ണൻ്റെ രൂപം നിതേഷ് ഭാരദ്വാജാണ്.
ആൻഡ് ഈസ് സച്ച് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീങ്. നോൺ സ്റ്റോപ്പ് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ ഇങ്ങനെയാണ് അവൻ. ആഫ്റ്റർ എവറി 1 hour എൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് പറയും, സരിത ജാനാ കുച്ച് ലേക്കാനാ. കറക്റ്റ് ജഡ്ജ്മെന്റ് ടൈമിൽ സമോസ സമോസ. നിതേഷ് ജഡ്ജ്മെന്റ് പറയണ്ടേ, നിക്ക് സമോസ വന്നിട്ടുണ്ട്, ഫസ്റ്റ് സമോസ കഴിക്കാം, അതിനുശേഷം ജഡ്ജ്മെന്റ് കൊടുക്കാം. ഈസ് ദാറ്റ് നോട്ടോറിയസ്. ബട്ട് ഐ എം വെരി ഹാപ്പി ഫോർ ഹിം. ഹീസ് ഡൂയിങ് സോ വെൽ. ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിലിം സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് മറാഠിയിൽ. വെരി ഗുഡ്. എന്തായാലും അദ്ദേഹം തന്ന കോംപ്ലിമെന്റ് ഇപ്പോഴും ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കാൻ ഫോൺ ചെയ്ത് ചോദിക്കണം. അവനും മറന്നിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് കോംപ്ലിമെന്റ് കൊടുത്തു അല്ലേ? ഞാൻ കോംപ്ലിമെന്റ് അല്ലേ, ഞാൻ ഓവർ ജസ്റ്റേഴ്സ് അല്ലേ. ആണോ? എന്ന് പറഞ്ഞു. ഒരു ഉമ്മ കൊടുത്തോ? ആ ഇന്ത്യയല്ലേ ആന്ന് പറഞ്ഞെന്താണ്? ആ ഓക്കെ കൊടുത്തിരിക്കും. കൊടുത്തിരിക്കും. കൊടുത്തില്ലേ? ഒന്ന് കൊടുത്തോ? കൊറേ പ്രാവശ്യം കൊടുത്തു. എനിക്ക് അത് ഫസ്റ്റ് ടൈം വരുന്നു. അടുത്ത് മലയാളം ഇൻഡസ്ട്രിയിലെ സ്ത്രീകളും മറ്റ് പുരുഷന്മാരും എല്ലാവരും കുട്ടികളും അടക്കം സുധാചന്ദ്രനെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ആർദ്ര എന്ന സീരിയലിലൂടെയാണ് അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് മാത്രം വീണ്ടും മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു ഓഫർ ഉണ്ടാകുകയാണെങ്കിൽ വന്ന് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാകുമോ? പ്രത്യേകിച്ച് ഈ JB ജംഗ്ഷൻ എന്ന പരിപാടിയിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. നോക്ക്, കൈയെടുത്ത് പ്ലീസ് എന്നെ വിളിക്ക്. പ്ലീസ് ഒന്നും കൂടി പറഞ്ഞാൽ പ്ലീസ് പ്ലീസ് എന്നെ വിളിക്ക്. പ്ലീസ് വിളിക്കുവോ? എത്ര വർഷം ഞാൻ പറയണം? ഇതാണ് ഞാൻ പറഞ്ഞത്. സുധയുടെ ഈ മനസ്സിലെ വിലാപം, ഈ കരച്ചില്, മലയാള ഇത് കരച്ചിൽ ഉദ്ദേശിക്കുന്നത് മലയാള ഇൻഡസ്ട്രിയിലെ എല്ലാ സംവിധായകന്മാരും എല്ലാ നിർമ്മാതാക്കളും കേൾക്കുന്നുണ്ടാവും. കേൾക്കട്ടെ. ഇനി ഒരുപാട് ചാൻസ് എല്ലാം കിട്ടി കഴിയുമ്പോൾ ഇവിടെ ഇരുന്നാണ് ചാൻസ് കിട്ടിയ കാര്യം മറന്നേക്കരുത്. ഞാൻ ഫോൺ ചെയ്ത് പറയും, മിസ്റ്റർ JB, I have signed my first film. Maybe next time ഞാൻ വന്നാൽ പറയും. അതിന്റെ റെമ്യൂണറേഷൻ എത്ര % ആണ്? നോക്കാം. അതുകൂടെ പറഞ്ഞോളൂ. അത് നമ്മൾ ഓഫർ എത്ര വരുന്നോ അതിനുശേഷം നമ്മൾ ആ പോയിന്റ് ഡിസ്കസ് ചെയ്യാം. അതിന്റെ പെർസെന്റേജ് ഇവിടെ ഇപ്പൊ പറയാവുന്നേ ഉള്ളൂ. 10-15 അല്ലേ നോർമൽ? 10-15. പിന്നെ എന്തുവാ ഞാൻ അഭിനയിച്ച് 50% തരണോ? ഇതൊക്കെ ഒരു പഞ്ചാബി മോഡലാട്ടോ ഇതൊക്കെ. അഭിനയിക്കുന്നത് ഞാൻ രവിയുടെ അതേ പിശുക്ക് വന്നിരിക്കുക. ഞാൻ വേർസ്റ്റാ. ആണോ? അത് ശരി. നല്ല കോമ്പിനേഷൻ ആണ് നിങ്ങളുടെ. വെരി ഗുഡ്. വരട്ടെ. ഹലോ സുധ മാഡം, സുഖമാണല്ലോ അല്ലേ? ഈ JB ജംഗ്ഷനിൽ ശരിക്കും സുധ മാഡത്തെ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ശരിക്കും സുധ മാഡത്തിനോട് എനിക്ക് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ഒരു കാര്യമുണ്ട്. എനിക്കൊരു തമിഴ് പ്രോജക്റ്റ് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് വേറെ ലാംഗ്വേജസിലെല്ലാം വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് സുധ മാഡമാണ്. അപ്പോൾ പെട്ടെന്ന് സുധ മാഡത്തെയാണ് ഫോൺ ചെയ്ത് ഞാൻ അഭിപ്രായം ചോദിച്ചത്, ആ വർക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചത്. ഉടനെ തന്നെ വിത്തിൻ സെക്കൻഡ്സ് പുള്ളിക്കാരി, അപ്പോൾ അത്രയും കോൺടാക്ട്സ് ഉണ്ടെന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. അത്രയും വർക്ക് ചെയ്ത് ശീലമുള്ളത് കൊണ്ടായിരിക്കും. അവരെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമൊക്കെ വിളിച്ച് പറഞ്ഞു, ധൈര്യമായിട്ട് പോയി വർക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. എല്ലാ ഭാഷകളിലും, അതായത് ഹിന്ദി, തമിഴ്, മലയാളം എല്ലാം വർക്ക് ചെയ്യുന്നില്ലേ സീരിയൽസിൽ. അപ്പോൾ ഏത് ലാംഗ്വേജിനോടാണ് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി വളരെ ഇഷ്ടത്തോടെ വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ. ഇനിയിപ്പോൾ മലയാളമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ സൂചിപ്പിക്കാൻ നിൽക്കരുത്, സത്യം പറയാവുള്ളൂ. അത് തന്നെയാണ് സത്യം. ഞാൻ പറഞ്ഞില്ലേ, ഹിന്ദി ഞാൻ സംസാരിക്കുന്ന ലാംഗ്വേജ് ആണ്. തമിഴുണ്ട്. ഓക്കെ, തമിഴ് ഐ എം റിയലി എൻജോയ്. ഞാൻ പറയുന്നത് ജനറലി സൗത്ത് ആണ് എനിക്ക്. ഹിന്ദി ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. കുറേ ഹിന്ദി, മറാഠി, ഗുജറാത്തി ഒക്കെ ഞാൻ ചെയ്ത് അഭിനയിച്ചു. നല്ല ക്യാരക്ടേഴ്സ്. അപ്പോൾ എനിക്ക് അവിടെ ഒരു റിഗ്രറ്റ് ഇല്ല. നല്ല ക്യാരക്ടേഴ്സ്, പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴാണ് അയ്യോ ഈ ക്യാരക്ടർ, ആ ക്യാരക്ടർ, ടെലിവിഷനിൽ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാമായിരുന്നല്ലോ, ഇതും പോയല്ലോ, അത് മിസ്സായല്ലോ, ആരും വിളിക്കുന്നില്ലല്ലോ. അതാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഹോണസ്റ്റ്ലി, ബിക്കോസ് ഓൾ സെഡ് ആൻഡ് ഡൺ, സൗത്ത് ഇന്ത്യൻ ബൈ ഹാർട്ട്. സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ 4-5 സ്റ്റേറ്റ് ഉണ്ട്. ഞാൻ തമിഴാലയമല്ലേ? തമിഴുണ്ട്, മലയാളമുണ്ട്, മലയാളം, കന്നഡയുണ്ട്. തമിഴ് ഗുഡ് സ്റ്റോറീസ്, മലയാളം ഫാന്റാസ്റ്റിക് സ്റ്റോറീസ്, തെലുഗു ഗുഡ് ഡബ്ബു, കന്നഡ നോട്ട് ബാഡ്. അപ്പോൾ തമിഴും എൻ്റെ പ്രയോറിറ്റീസ് ക്ലിയർ. തമിഴും മലയാളമാണ് പ്രധാനം. തമിഴ് ചെയ്യുന്നു, തമിഴിൽ ഞാൻ ചെയ്യുന്നു ഇപ്പം. അപ്പോൾ തമിഴിൽ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്ത് നല്ല നമ്മളുടെ ഒരു മലയാളം
പ്രൊഡ്യൂസറാണ്, ജയകുമാർ സർ ചെയ്യുന്നു. അതെ. ആൻഡ് ഐ എം വെരി ഹാപ്പി. നല്ല ബ്യൂട്ടിഫുൾ റിസൾട്ട്സ് ആണ്. വി ആർ ഡൂയിങ് വെരി വെൽ ഓൺ വിജയ് TV. സോ അത് പ്രശ്നമില്ല. അപ്പം എനിക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. തിരിച്ചു വരുന്നത് മലയാളത്തിനാണ്. അപ്പം മലയാളത്തിനോട് സ്നേഹമുണ്ട്, പക്ഷേ മലയാളം ആ സ്നേഹം തിരിച്ച് സുധയ്ക്ക് തരുന്നില്ല. തരും തരണം തരും തരണം തരണം തരും. ഇപ്പം തരുന്നില്ല, തരണം തരും. ലൈഫ് ഉണ്ടല്ലോ. ഇപ്പം എന്താ, ഇറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ദ റോഡ്, കറക്റ്റ്. ദി ബിഗിനിങ് അല്ലേ. ആ ശുഭാപ്തി വിശ്വാസമാണ് അതെ. സുധയെ മുമ്പോട്ട് അതെ. വരട്ടെ. നമസ്കാരം. സുധ ചേച്ചി എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. ഒരുപാട് ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ഒരു നർത്തകിയും അഭിനേത്രിയും ഒക്കെയാണ് ചേച്ചി എനിക്ക്. ഇപ്പോൾ പുതിയ കുട്ടികളാണെങ്കിലും നമ്മളുടെയൊക്കെ തലമുറയിലുള്ളവരാണെങ്കിലും ഒക്കെ നൃത്തം ചെയ്തവരും നൃത്തം പഠിച്ചവരും ഒക്കെയുണ്ട്. പക്ഷെ പലരും വീട്ടിൽ ഒന്നും ചെയ്യാതെ അടങ്ങിയിരിക്കുന്നവരെ കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ധൈര്യം, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഒരു പ്രോത്സാഹനമാണ് ഇനി വരുന്ന തലമുറയ്ക്കെല്ലാം. സുധ ചേച്ചി ഒരു അത്ഭുതമാണ്. എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് ഇത്ര നൃത്തം ചെയ്യാൻ സാധിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സുധ, ഒന്ന് അതിനുകൂടെ ചേർക്കട്ടെ. അതായത് വേണമെങ്കിൽ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ഈസി ആയിട്ട് എടുക്കാമായിരുന്നു. ലൈഫിൽ ആവശ്യമുള്ളതെല്ലാം കിട്ടി, പണമുണ്ട്, പ്രശസ്തിയുണ്ട്, ഒരു പ്രൊഫഷനുണ്ട്, ഇത്രത്തോളം സജീവമാകേണ്ട കാര്യമുണ്ടായിരുന്നില്ല. യു ആർ സോ ആക്റ്റീവ് നോ. ഇപ്പോഴും ഇതാണ് ബബ്ലിങ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പാക്ക് ചെയ്യുന്നു. രവി പറയുന്ന പോലെ ഈ കോസ്റ്റ്യൂം ഇങ്ങനെ തൂക്കുന്നു, കുറച്ച് കൊടുക്കുന്നു. സോ യു ആർ സോ ആക്റ്റീവ്. അപ്പം ആശ ചോദിക്കുന്നതിൻ്റെ ഒരു പോയിൻ്റുണ്ട്. ഇത്രത്തോളം ഒരു ഡൈനാമിക്സും ഇത്രത്തോളം ഒരു ഡിറ്റർമിനേഷനും എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് നമ്മൾ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ കുറിച്ച് സ്പെസിഫിക്കലി ഞാൻ പറയുന്നു, ഒരു ചാലഞ്ചായി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതൊരു ലൈവ്ലിഹുഡായി. പിന്നെ അതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നായി. ഇപ്പം എനിക്ക് ഈ പ്രൊഫഷൻ ഡ്രഗ് അഡിക്ഷനാണ്. ഡ്രഗ് അഡിക്ഷൻ പോലെയാണ്. ഞാൻ ചിന്തിക്കുന്നത്, ജീവിക്കുന്നത്, ബിക്കോസ് ഐ സ്റ്റിൽ ഫീൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. വാട്ട് ഹാവ് ഐ ഡൺ? ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് 70 ഫിലിംസ്, 80 ഫിലിംസ്, 100 സീരിയൽസ്, എവറിത്തിങ് ഓക്കെ. നമ്മളുടെ ഇഫ് യു ലുക്ക് അറ്റ് എക്സാമ്പിൾസ്, 85 years, 89 years, people are still working and going so strong. ഒരു സുകുമാരി ചേച്ചി ഒരു എക്സാമ്പിളാണ്, കവിയൂർ പൊന്നമ്മ ഒരു എക്സാമ്പിളാണ്, മനോരമ ആച്ചിമ. വരട്ടെ ഒരാളും കൂടെ ഈ സമയത്ത് വരേണ്ട ഒരാളാണ്. ഇതേപ്പറ്റി പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ആർട്ടിസ്റ്റ്, ഏറ്റവും നല്ലൊരു നർത്തകി, പിന്നെ ഫാമിലി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കുടുംബിനി, ഭർത്താവ്, അച്ഛന്, ആ കുടുംബത്തോടുള്ള സ്നേഹം, പിന്നെ പരിചയപ്പെടുന്ന ആളുകളോടെല്ലാം വളരെയധികം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുന്നു. അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണ്. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളത്, അസാധ്യ ചങ്കൂറ്റമുള്ള ഒരു സ്ത്രീയാണ്. അവർ ഏത് കാര്യവും ധൈര്യമായിട്ട് സംസാരിക്കും, പെരുമാറും. എല്ലാത്തിലും വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സ്വഭാവമാണ് സുധയുടേത്. അതുകൊണ്ട് സുധ എനിക്ക് ശരിക്കും ഒരു ആരാധനാ കഥാപാത്രം ഒന്നും കൂടെ പറയുന്നതിൽ തെറ്റൊന്നും ഇല്ല. സുധ എന്തൊരു കോംപ്ലിമെൻ്റാണ് ആൾക്കാർ തരുന്നത്. അല്ല, എനിക്ക് ഓമന ചേച്ചി, ഞാൻ ഈ സീരിയൽ ചെയ്യുമ്പോൾ ഞാൻ ഓമന ചേച്ചി കണ്ടപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ഒരു മിറർ ഇമേജാണ്. പല പ്രാവശ്യം ഞാൻ എന്തൊക്കെയോ പറയും, തിരിച്ചു നോക്കിയാൽ ഓമന ചേച്ചീൻ്റെ ഒരു പ്ലേസ് ഫിക്സ്ഡ് ആണ് ഞങ്ങളുടെ റൂമിൽ. ഞാൻ ഇവിടെ, ഓമന ചേച്ചി അവിടെ. എല്ലാം പറഞ്ഞതിന് ശേഷം ഒരു അഷ്വറൻസ് വേണ്ടേ, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ, എനിക്കറിയാം കറക്റ്റാണെന്ന്. തിരിഞ്ഞു നോക്കിയാൽ അമ്മ അവിടെ നിന്ന് ആ സൈലൻറ്റ് നോഡാണ്. എനിക്ക് ഓമന ചേച്ചി ഒരു സ്ട്രെങ്ത് ഓഫ് സിമ്പിൾ ഓഫ് സ്ട്രെങ്ത് ആണ്. ആൻഡ് എത്ര സമയം കിട്ടിയാലും ഞാൻ ഓമന ചേച്ചീൻ്റെ കൂടെ ഇരുന്ന് അവരുടെ എക്സ്പീരിയൻസസ്, ഓരോരോ സംഭവങ്ങൾ പറഞ്ഞു തരുന്ന രീതി, ഈ സമയത്തിൽ ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഈ സമയത്തിൽ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്തത്. ഇതൊക്കെ നമ്മൾ ബുക്സ് റെഫറൻസ് കിട്ടത്തില്ല, ഇവരുടെ ലൈഫ് എക്സ്പീരിയൻസസ് ആണ്. ഇന്നും അമ്മയ്ക്ക് ഈവൻ ഇഫ് ഷീ ഈസ് സിക്ക്, ഷീ വിൽ നെവർ സേ ഷീ സിക്ക്. വന്ന കാലത്ത് 8:30 വന്ന് ഇരിക്കും, നൈറ്റ് 9 മണി വരെ അവിടെ തന്നെ ഇരിക്കും. പാക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം അമ്മ ഒരു പ്രാവശ്യം പോലും ചോദിക്കില്ല, മോനെ എൻ്റെ സീൻ ഉണ്ടോ ഇല്ലയോ. നമ്മളുടെ ജോലി 9 മണിക്ക് വന്നിരിക്കുന്നത് 9 o'clock വരെ നമ്മളുടെ ഡേറ്റ് ആണ്. 9 o'clock വരെ ഞാൻ ഇരിക്കും. ഐ മീൻ ഒരു ഡെഡിക്കേഷൻ അല്ല, ദേ ആർ ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്.
അപ്പം അവിടെ ഈ ഓമന ചേച്ചി ഇങ്ങനെ ഭയങ്കര തൻ്റെടമുള്ള സുധയെ കണ്ടെത്താനുള്ള കാരണം എന്താണ്? അവിടെ എന്തെങ്കിലും തൻ്റെടം കാണിച്ചു? എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എനിക്കത് മേ ബി യങ് ഏജിൽ ഞാൻ കുറച്ചും കൂടി മെലോ ഡൗൺ ആയിരുന്നു. പക്ഷെ ഇപ്പം ഈ തലക്ക് കയറി പിടിച്ചിരിക്കുക. അത് എന്ത് വയലന്റ്ലി റിയാക്ട് ചെയ്യുന്ന സംസാരിക്കും. എന്തിനാ വൈഷുഡ് വെറുതെ അല്ല രവി പോയി അഭിനയിക്കുന്ന പറഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങനെയൊന്നുമില്ല. അഭിനയിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നല്ലോ. പോയിക്കോന്ന് പറഞ്ഞിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താ കാരണം? ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഇങ്ങനത്തെ ഒരു ഭർത്താവ് എല്ലാവർക്കും കിട്ടിയാലും നമ്മളൊക്കെ കരിയറിൽ കുറച്ചും കൂടിയും ഫ്രണ്ടിൽ. ഇപ്പോഴും എൻ്റെ അടുത്ത് പറയും. ഇപ്പോഴും ഞാൻ ചെന്നൈ വന്ന് തനിച്ചിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ പറയും, അയ്യോ അവൾ തനിച്ചിരിക്കുന്നു, അവൾ എന്തെങ്കിലും ആയാൽ. രവി പറയും എന്താവും, അവൻ എന്തുണ്ട്, അവൾക്ക് ഫ്ലാറ്റ് ഉണ്ട്, ഡ്രൈവർ ഉണ്ട്, അവളുടെ അസിസ്റ്റൻസ് ഉണ്ട്, നന്നായി നോക്കുന്നു. അച്ഛനാണ് ഏറ്റവും കൂടുതൽ ഓൾഡ് ഏജ് ആയി ഇപ്പം, അതാണ് പ്രശ്നം. നമ്മളെ പല പേരും ലോകത്തിലുള്ള പല പേരും എനിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്, ഇമെയിൽ അയക്കുന്നുണ്ട്. ഇനി എന്താണ് അടുത്ത പരിപാടി? തൻ്റെ മകളും അച്ഛനും മകളും എന്താണ് അടുത്ത പരിപാടിക്ക് പോകാൻ പോകണമെന്നാണ് ചോദിക്കണത് എല്ലാവരും. നീ എന്നോട് ഇതുവരെ നമ്മൾ ഇരുന്നിട്ട് സംസാരിച്ചിട്ടില്ല. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പോകണോ? അച്ഛന് 78 കടന്നു കഴിഞ്ഞു. ഇനി എത്ര കാലമാണ് എനിക്ക് ആയുസ് ദൈവം തന്നിരിക്കണമെന്ന് അറിയില്ല. അപ്പോൾ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉള്ള സങ്കടം എന്താ വെച്ചാൽ, നീ നന്നായിട്ട് ജീവിക്കണം ലോകത്തിൽ. ഇനി എന്താണ് നിൻ്റെ ഭർത്താവുണ്ട്, ഭർത്താവിനോട് ചോദിക്കുക, നിങ്ങളുടെ കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടില്ല, ഞാൻ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കാനെല്ലാം. പക്ഷെ എന്നാലും എനിക്കൊന്ന് അറിയണമെന്നൊരാഗ്രഹമുണ്ട്. ഞാൻ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് ഈ എന്താണ് അടുത്തിൻ്റെ ഫ്യൂച്ചർ എന്നറിയണം എനിക്ക്. ഞാൻ ഇടപെടില്ല. നെക്സ്റ്റ് മിനിറ്റ് എന്താവുന്ന നമ്മൾക്ക് അറിയില്ല. നമ്മളുടെ ഫ്യൂച്ചറെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പറ്റുമോ? ഞാനല്ല ചോദിച്ചത്, അച്ഛനാ ചോദിച്ചത്. എൻ്റെ അച്ഛൻ പറയുന്നത് 100% കറക്റ്റാണ്. ഏജാണ്, ഈസ് ഏജിങ്. പക്ഷെ ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുമോ? അല്ല, എന്തോ എനിക്ക് തോന്നുന്നു, അല്ല ഞാനിപ്പം എനിക്കറിയില്ല, ഇതൊരു പസിൽ പൂരിപ്പിക്കുന്ന പോലെയാണ്. അതായത് ഒരുപക്ഷെ അച്ഛൻ എപ്പോഴെങ്കിലുമൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചിട്ട് ബാക്കി വെച്ച കാര്യങ്ങൾ അദ്ദേഹം ഈ അഭിമുഖത്തിലൂടെ ചോദിച്ചതായിരിക്കാം. സി ഇങ്ങനെ നോക്കിയാൽ നമ്മളുടെ ലൈഫിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ആൻസേർഡ് പോയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിനേക്കാൾ വളരെ പ്രധാനമാണ്. എന്താ കാരണം വെച്ചാൽ സുധയുടെ ഏറ്റവും വലിയ താങ്ങും തണലുമായിരുന്നു ആ അച്ഛൻ. എവിടെയോ ഒരു എന്താ പറയാ, എന്തോ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ വീട്ടിലിരുന്നാലേ ഞാൻ മെന്റലി ബ്ലോക്ക് ആവും. എനിക്കത് പ്രശ്നമുണ്ട്. അത് എൻ്റെ ഭർത്താവിന് കറക്റ്റായിട്ട് അറിയാം. ഹീ നോസ്. സുധ കൂടുതൽ വർക്ക് ചെയ്യാണ്ട് വീട്ടിലിരുന്നാൽ മെന്റലി അവൾ ഡിസ്ബാലൻസ്ഡ് ആവും. ബിക്കോസ് എൻ്റെ ഈ പാസ്റ്റൊക്കെ ഫർഗെറ്റ് ചെയ്യുന്ന ദ മെയിൻ റീസൺ ഇസ് മൈ വർക്ക്. ആൻഡ് ഞാൻ എപ്പോഴും എല്ലാവരുടെ പറയുന്നത്, വീട്ടിലിങ്ങനെ ഒരു ജോലിയില്ലായിരുന്നു ജോലി, എനിക്ക് ഒരു ജോലിയില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലേ വേറെ ജോലിയില്ല, എനിക്ക് ഒരു ജോലിയില്ല. ഐ ഹാവ് എ കുക്ക്, ഐ ഹാവ് എ സെർവൻറ്റ്. ഈവൻ ഞാൻ ചെയ്താൽ ആസ് എ ഹോബി ഞാൻ ചെയ്യുന്നു. ഫുൾ ഡേ 5:30 മണിക്ക് എണിച്ചിട്ട് ഞാൻ ജിമ്മിലേക്ക് പോയി വരും, ഡാൻസ് ചെയ്യും. ഓക്കെ, 3 hours. അതിനുശേഷം എത്ര ഭർത്താവടുത്ത് സംസാരിക്കും, എത്ര അച്ഛനടുത്ത് സംസാരിക്കും. എൻ്റെ ഫ്രണ്ട്സ് ഇല്ല. ഐ എം നോട്ട് എ ഫ്രണ്ട്ലി പേഴ്സൺ. ഐ ഡോണ്ട് സോഷ്യലൈസ്, ഐ ഡോണ്ട് പാർട്ടി, ഐ ഡോണ്ട് ഡ്രിങ്ക്, ഐ ഡോണ്ട് ഗോ എനിവെയർ. ഐ ഡോണ്ട് സീ ഫിലിംസ് ഔട്ട്സൈഡ്. മുംബൈ സർക്യൂട്ട്സിലൊന്നും പോകില്ല. ഇല്ല. ബിക്കോസ് റൈറ്റ് ഫ്രം മൈ ചൈൽഡ്ഹുഡ് എൻ്റെ അമ്മ എന്നെ അങ്ങനെ നോട്ട് പ്രൈവറ്റ്. മൈ മദർ നെവർ ഗേവ് മീ ദ ടൈം. പ്രൈവറ്റ് അല്ല, എനിക്ക് സമയത്തിൻ്റെ കുറവ് എപ്പോഴും എൻ്റെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരുന്നു. 24 hours വാസ് വെരി ലെസ് ഫോർ മീ. ഐ യൂസ് ടു ഗെറ്റ് അപ്പ്, ഐ യൂസ് ടു ഗോ ടു സ്കൂൾ, കം ബാക്ക്, എൻ്റെ ഡാൻസ് സ്കൂൾ, പിന്നെ എൻ്റെ ഹോംവർക്ക്. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് തോന്നുന്നിപ്പം സുധയുടെ ഈ സൗഭാഗ്യവും സ്നേഹവും ഇതൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഒരു അനന്തരാവകാശിയായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത്. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ടു ലേറ്റ്. ഈസ് ഇറ്റ്? ഓഫ് കോഴ്സ്. പിന്നെ അത്ര വയസ്സായിരുന്നു? വയസ്സാവുന്നതല്ല, ചെറുപ്പക്കാരിയല്ലേ, അതിനുവേണ്ടി ഒരു കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞു എനിക്ക് കുഴപ്പമുണ്ടെന്ന്. അതായിരിക്കും അച്ഛൻ്റെ മനസ്സിലുള്ളത്. ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. സീ, നോർമൽ ലൈഫ് ആയാൽ ആ നോർമൽ ഏജിൽ എല്ലാം സംഭവിക്കുന്നു. എൻ്റെ ലൈഫിൽ അങ്ങനെയല്ല. എൻ്റെ ലൈഫിൽ ലൈക്ക് യു സെഡ്, ടീനേജ് ഇസ് ദ ടൈം വെൻ യു വോണ്ട് ടു ഫ്ലൈ. പക്ഷെ എൻ്റെ വിങ്സ് ക്ലിപ്പ് ഓഫ് ആയി. റെസ്പോൺസിബിലിറ്റി വന്നു. ഡു ഓർ ഡൈ. എൻ്റെ പ്രിൻസിപ്പലായിരുന്നു ഡു ആൻഡ് ദെൻ ഡൈ. സോ എൻ്റെ ഒരു 6-7 കൊല്ലം അതിൽ പോയി. എൻ്റെ ഫോർമേറ്റീവ് സ്റ്റേജ്.
When people were seeing movies and playing around college life, എനിക്ക് കോളേജ് അല്ല, എൻ്റെ ഫോക്കസ് എൻ്റെ ഡാൻസ് ആയിരുന്നു. I used to go to college. ഞാൻ MA സ്റ്റുഡൻറ്റ്, ഐ എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിത്ത് ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഇക്കണോമിക്സ്. സോ വൺ സൈഡ് എൻ്റെ അക്കാഡമിക്, നെക്സ്റ്റ് തിരിച്ച് വന്നതിന് ശേഷം എൻ്റെ ഡാൻസ്. ഡാൻസ് ഇനീഷ്യലി എനിക്ക് ഹോബി ആയിരുന്നു, അതിനുശേഷം ചാലഞ്ചായി മാറി, അതിനുശേഷം പ്രൊഫഷനായി. ഇന്ന് എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്. ഡിഫറെൻറ്റ് ഡൈമെൻഷൻസ് ആണ് എൻ്റെ. അത് സെയിം ആക്ടിങ്ങും. കാശല്ല പ്രധാനം. ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ ചോദിക്കട്ടെ അയക്കാനും എന്തുകൊണ്ട് സുധയ്ക്ക് ഒരു കുട്ടിയെ ദത്തെടുത്തു? ഐ ഡോണ്ട് ബിലീവ് ഇൻ അഡോപ്ഷൻ. ഞാൻ വളരെ ബ്ലണ്ടായിട്ട് ചോദിക്കുന്നത്, ഒരുപക്ഷെ അച്ഛൻ എനിക്ക് അഡോപ്ഷൻ ഇഷ്ടമില്ല, അതെൻ്റെ പേഴ്സണൽ വ്യൂ ആണ്. ഞാൻ ഒരു ചൈൽഡ് അഡോപ്റ്റ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ നേച്ചർ എനിക്കറിയാം. മെനി എ ടൈം ഞാൻ സംസാരിക്കുമ്പോൾ അത് ഭയങ്കര ഹേർട്ടിംഗ് ആയിരിക്കും. ആ ഹേർട്ട് ആ കുട്ടിയെ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ he or she should not feel. തിരിച്ച് ഞാൻ പറയട്ടെ, I am not a part of it. തിരിച്ച് ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നത് ഒരു കുട്ടി വരുന്നു കഴിയുമ്പോൾ സുധയുടെ ആ സംഭാഷണ രീതികൾ തന്നെ മാറി. എന്തിനു മാറണം? മാറണ്ട. എന്തിനു മാറണം? You should be like that. I want to be like this. ഒരു കുട്ടീനെ വേണ്ടി അല്ലെങ്കിൽ ഒരു ഭർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ഐഡന്റിറ്റി എന്തിനു മാറ്റണം? My husband likes it. You are adamant like what? I am not. See, there's a lot of difference being adamant and being what you are. എൻ്റെ പോയിന്റ്, എൻ്റെ ഭർത്താവ് ഒരു പ്രശ്നമില്ല, അപ്പം എന്തിനാ? എപ്പോഴെങ്കിലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ സുധ ഒരാളെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടി വേണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അച്ഛൻ ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് ആ നെസസിറ്റി വന്നിട്ടില്ല. അച്ഛൻ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പറയും, എൻ്റെ അച്ഛനടുത്ത് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. I have got the most loving husband. You are സംതൃപ്തിയാണെങ്കിൽ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. Exactly. It's your life. See, ഞാൻ പറയുന്നത്, if I yearn for a child, I deserve a child. ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഏൺ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അത് ഒരു സ്റ്റേജിന് ശേഷം മോള് ഭാര്യയായി. എൻ്റെ ഭർത്താവിന് ആ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കതൊരു പ്രശ്നമാണ്. എനിക്കും എൻ്റെ ഭർത്താവ് ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ജീവിതം അതെങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞങ്ങളുടെ രണ്ടുപേരുടെ ഐഡിയോളജി ഒന്നാണ്. പിന്നെ ഒരു പ്രശ്നമില്ല. അച്ഛനത്ര എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഈ പ്രായം കൊണ്ട് അച്ഛന് ഒരുപക്ഷെ മകളുടെ ഒരു സുരക്ഷയോർത്തും അഭിവൃദ്ധിയോർത്തുമുള്ള അദ്ദേഹത്തിൻ്റെ എന്ത് ഗ്യാരണ്ടിയാണ് എൻ്റെ മോൾ അല്ലെങ്കിൽ എൻ്റെ മോന് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു? ഗ്യാരണ്ടി തരുന്നോ? കുറേ ഫാമിലീസ് ഞാൻ കണ്ടിട്ടുണ്ട്. നോ മാലിസ് ടു എനിബോഡി. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാണ്ട് എന്നൊന്നില്ല, തനിച്ചാണ് അവൾ ജീവിക്കുന്നത്. സോ ഇതൊന്നും ഞാൻ ഒരു ഫോർമുല അല്ല. ഓക്കെ, ഇപ്പോൾ എൻ്റെ ടോക്കിംഗ് അബൌട്ട് മൈ പേഴ്സണൽ ലൈഫ്, എൻ്റെ ഒരു കറക്റ്റ് ടൈമിൽ ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് ഒരു കുട്ടിയെ ഉണ്ടായിരുന്നു. ഇന്ന് തീർച്ചയായും ഹി വുഡ് ബി ഇൻ ദ US. ഹി വുഡ് നോട്ട് ബി വിത്ത് മീ. എൻ്റെ ഒരു ലൈഫ് ഞാൻ അവനെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവന് US ആയിരിക്കും. അവൻ എന്നെ നോക്കത്തില്ല. ഐ ഡോണ്ട് വാണ്ട് ഹിം ടു ലുക്ക് ആഫ്റ്റർ മീ. സോ എന്താ പർപ്പസ്? ലാസ്റ്റ് വന്ന് കൊള്ളി വെക്കാനോ? ഇവിടെ നിന്ന് ഫോൺ ചെയ്ത് എൻ്റെ അമ്മ മരിച്ചു, വാടാ മോനെ, അപ്പോൾ പറയും എൻ്റെ കോർപ്പറേറ്റ് നീഡ്സാ, ഇന്ന് വരാൻ പറ്റില്ല, മറ്റന്നാളെ ഫ്യൂണറൽ ആക്കാം. ഇത് കേൾക്കാനാണോ? ഞാൻ കുറ്റം പറയുന്നില്ല, പ്രാക്ടിക്കൽ ലൈഫാണ്. അത് ഇരുന്നിട്ട് വന്നില്ലെങ്കിലാണ് പെയിൻ. തികച്ചും പ്രായോഗികമാണ്. ഒന്നും ഒരു ഇതില്ല, ഞങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഒരു ഫീലിംഗ് ഇല്ല, ഒരു എക്സ്പെക്റ്റേഷൻസും ഇല്ല. എക്സ്പെക്റ്റേഷൻസ് വരുമ്പോഴാണ് സോറോസ് വരുന്നത്, ഡിസപ്പോയിൻമെൻറ്റ്സ് വരുന്നത്. സുധ എനിക്ക് തോന്നുന്നു തൊഴിലിൽ, അതായത് ഇപ്പോഴത്തെ ആക്ടിങ്ങിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്മോൾ സ്ക്രീനിലെ ജഡ്ജ്മെൻറ്റിൽ, അങ്ങനെ അതിൽ വ്യവഹരിച്ചുകൊണ്ട് ഒരു പക്ഷേ ജീവിതത്തെ അങ്ങോട്ട് എന്താ പറയുക ആക്കിയിരിക്കുകയാണ്. യു ആർ സോ ബിസി വിത്ത് യുവർ ആക്ടിവിറ്റീസ്. ഐ ഹാവ് ടു കീപ് മൈ സെൽഫ് ബിസി. നമ്മളൊരു വയാ മീഡിയ നോക്കും ലൈഫിൽ. ഇപ്പോൾ ആശയല്ലേ പറഞ്ഞത്, യു ആർ സോ ബബ്ലി. അല്ല, ആശയല്ല, ലീനയല്ലേ പറഞ്ഞത്. എപ്പോഴും സ്മൈലിങ്, എപ്പോഴും ജോവിയൽ, അതൊരു ഡിഫൻസ് മെക്കാനിസമാണ് ലൈഫിൽ. മനസ്സ് കരയുന്നുണ്ടോ? മനസ്സ് പറഞ്ഞിട്ടല്ലേ ഞാനിത് ആറ്റിറ്റ്യൂഡ് അഡോപ്റ്റ് ചെയ്തത്. ഉള്ളിലുള്ള കരച്ചിൽ മറച്ചു വെക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, എൻ്റെ ഉള്ളിലുള്ള കരച്ചിൽ എന്തിനാ? വൈ ഷുഡ് പീപ്പിൾ നോ ഇറ്റ്? ദേ ഡി നോട്ട് നോ ഇറ്റ്. എന്നെ ഓർക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ പറയുന്ന പോലെ ഷീ ഈസ് ഹാപ്പി, ഷീ ഈസ് നൈസ്. 24 hours ഉണ്ട്. 2 മണി നേരം നമ്മൾ വീട്ടിലിരുന്ന് ചിന്തിച്ച് കരയുന്നോ എന്ത് ചെയ്യണോ ചെയ്തോ. പുറത്ത് വരുമ്പോൾ നമ്മളുടെ ബാഗ് ഓഫ് സോറോസ് എന്തിനാ മറ്റൊരാളുടെ ഷോൾഡറിൽ നമ്മൾ പൈൽ ചെയ്യുന്നു? പാടുവോ? ബാത്റൂമിൽ
ശരി, ഒരു നിമിഷ നേരത്തേക്ക് ബാത്റൂമിലേക്ക് പോ. ഓക്കെ, റെഡി, 1 2 3 പോയി പാടും. तुम पास आए यूं मुस्कुराए तुम नहीं न जाने क्यों दिल गुजाए अब तो मेरा दिल जागे न सोता है क्या करूँ हाय कुछ कुछ होता है. വാ. ഇത്രയും നേരം സുധ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് വളരെ വളരെ നന്ദി. ഇനിയും നമ്മൾ JB ജംഗ്ഷനിൽ കാണുന്നതാണ്, അല്ലെങ്കിൽ മറ്റു പല ജംഗ്ഷനിലും കാണുന്നതാണ്.